വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം. വിവാദങ്ങളൊക്കെ അങ്ങനെ വരും. തിരുവനന്തപുരത്ത് 8 അടുക്കളകളിൽ കൂടി 20,000 പേർക്ക് ഒരു ദിവസം. നമുക്ക് എല്ലാവരും ഒരുപോലെ കാണുക, എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമസ്കാരം, ഇത് റവന്യൂ ജില്ലാ ആറ്റിങ്ങൽ കലോത്സവത്തിൻ്റെ കലവറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനൊരാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നമ്മുടെ പ്രേക്ഷകർക്കില്ല. പഴയടം തിരുമേനിയാണ്. അദ്ദേഹമാണ് ഈ കലവറയുടെ ചുക്കാൻ പിടിക്കുന്നത്. ഇന്ന് അദ്ദേഹം എത്തുമെന്ന് നമ്മൾ ഇന്നലെ അറിഞ്ഞായിരുന്നു. അങ്ങനെയാണ് രാവിലെ നമ്മൾ എത്തിയത്. തിരുമേനി, അങ്ങനെ റവന്യൂ ജില്ലയായി, ഇത് സംസ്ഥാനമാണ്. സംസ്ഥാനം തൃശ്ശൂരല്ലേ? ജനുവരി 14 മുതൽ 18 വരെ സംസ്ഥാന കലോത്സവം വരിക. ഇതുവരെയായിട്ട് എത്ര കലോത്സവത്തിന് തിരുമേനി കലവറ ഒരുക്കിയിട്ടുണ്ട്? സംസ്ഥാന കലോത്സവമാണ്. സംസ്ഥാന കലോത്സവം ഇപ്പോൾ വരാൻ പോകുന്നത് 26-ാമത്തെയാണ്. 26-ാമത് അതല്ലേ? റവന്യൂ ജില്ല ഇടയ്ക്ക് ചെയ്യാറുണ്ട്. റവന്യൂ ജില്ല 100-ന് മുകളിൽ കഴിഞ്ഞു. ഇപ്പോൾ 100-ന് മുകളിൽ കഴിഞ്ഞു അല്ലേ? പുതിയ റെസ്റ്റോറൻ്റൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായി പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തായാലും പഴയടം തിരുമേനിയാണ് ഇപ്പോൾ വിസ്മയുടെ പ്രേക്ഷകർ. തിരുമേനി, ഇവിടെ എന്തൊക്കെയാണ് മെനു? ഒന്ന് ഇങ്ങോട്ട് നടന്ന് കാണിച്ചു. അങ്ങനെ ഇപ്പോൾ വിസ്തരിച്ച് സാധാരണ ഒരു റണ്ണിങ് മീൽസ് എന്നുള്ള രീതിക്കുള്ളൂ. കാരണം ജില്ലാ കലോത്സവങ്ങൾക്കൊക്കെ വളരെ പരിമിതമായ ഫണ്ടുകളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഭക്ഷണക്കുറവാണ്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ പായസം ഉൾപ്പെടെയുള്ള 10 ഐറ്റം കൊടുക്കും. ഇന്നും അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡ്ഡലി ആയിരുന്നു. നാളെ ഉപ്പുമാവ് പയറായിരിക്കും. ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റ്. അവസാന ദിവസം സ്പെഷ്യൽ ഒന്നുമില്ല. ജില്ലാ കലോത്സവങ്ങൾക്കൊന്നും സ്പെഷ്യലിന് സ്കോപ്പില്ല. ഫണ്ടിൻ്റെ അഭാവമല്ല. അതിപ്പോൾ നമ്മളിവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാമെന്നുള്ളതാണ്. ജില്ലാ കലോത്സവത്തിനൊക്കെ അത്രേ പറ്റുള്ളൂ. കാരണം സർക്കാരിനെ കൊണ്ട് ചെയ്യാവുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഉള്ളതിൽ നിന്ന് പരമാവധി നന്നായിട്ട് കൊടുക്കുക. വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം. വിവാദങ്ങളൊക്കെ അങ്ങനെ വരും. വിവാദങ്ങൾ വന്നും പോയിരിക്കും. അതൊക്കെ ഓരോരോ അജണ്ടയുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല. ഇന്നലെ അതൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറയാമെന്നുള്ളതല്ലാതെ നമ്മൾ അതിലേക്കൊന്നും ഗൗരവമായിട്ട് കിടക്കുന്നില്ല. കാരണം നമുക്ക് എല്ലാവരും ഒരുപോലെ കാണുക, എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക, എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കുക. ആ ഒരു പ്രാർത്ഥന നമുക്കുള്ളൂ എപ്പോഴും. അഥവാ അങ്ങനെ ഒരു മാംസം വിളമ്പേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്തിരുന്നല്ലോ. കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നല്ലോ. ഈ വർഷം തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നല്ലോ സംസ്ഥാന കായികമേള നടന്നിരുന്നത്. തിരുവനന്തപുരത്ത് 8 അടുക്കളകളിൽ കൂടി 20,000 പേർക്ക് ഒരു ദിവസം ഭക്ഷണം, ഓരോ ദിവസവും അങ്ങനെ 8 ദിവസം ഭക്ഷണം കൊടുത്തിരുന്നു. എല്ലാ സ്ഥലത്തും നോൺ വെജ് ഉണ്ടായിരുന്നു. നോൺ വെജ് റിച്ച് ആയിരുന്നു. തിരുമേനി ഇവിടെ ഉണ്ടാവോ? ഇതിപ്പോൾ നാളെ കഴിഞ്ഞല്ലോ. ഇന്നത്തെ കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല. നാളെ ലാസ്റ്റ് ഡേ അല്ലേ? തിരുമേനി നാളെ കൂടെ ഉണ്ടാവും. ഉണ്ടാവും. ഏതായാലും എന്താ പറയുക, നമ്മുടെ ഒരുപാട് കുരുന്നുകൾക്ക് അന്നം വെച്ച് വിളമ്പിയ കൈകളാണ്. കേരളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എപ്പോഴും രുചിയിടത്തിൽ ഓർമ്മ തങ്ങി നിൽക്കുന്ന പഴയടം തിരുമേനിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാനും എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താനും കഴിഞ്ഞാൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹമാണ് ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ നമ്മുടെ സ്വന്തം ആറ്റിങ്ങലിൻ്റെ എല്ലാ ഭക്ഷണ കാര്യങ്ങളും നോക്കുന്നത്. കൂടെ ഒരുപാട് അദ്ദേഹത്തിന് സഹായങ്ങളുണ്ട്. എന്തായാലും നന്ദിയുണ്ട് ഒന്ന് പങ്കുവച്ചതിൽ. വിസ്മയത്തിൻ്റെ ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മായാർ സൈനിക.